ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ +2 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാം 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് 13 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. എല്ലാവരും എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വാല്യുവേഷനൊക്കെ ലിബറലായിട്ട് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ 14th ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. 14th question, I, J, K are unit vectors in the coordinate system. Then the value of I dot J cross K plus J dot I cross K plus K dot I cross J is dash. So ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് അറിയണം. I dot I അതുപോലെ J dot J, K dot K അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് അറിയണം. I dot I plus J dot J, K dot K എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ I dot J അതുപോലെ J dot K അല്ലെങ്കിൽ K dot I ഇതിൻ്റെയൊക്കെ വാല്യൂ 0 ആണ്. അതേപോലെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ രണ്ട് യൂണിറ്റ് വെക്ടർ സെയിം യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ I ക്രോസ് ജെയുടെ വാല്യൂ K ആണ്, J ക്രോസ് Kയുടെ വാല്യൂ I ആണ്, K ക്രോസ് Iയുടെ വാല്യൂ J ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സോ I ഡോട്ട് J ക്രോസ് K എന്നാണ് ഫസ്റ്റ് ടേം. സോ J ക്രോസ് Kയുടെ വാല്യൂ I എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ പ്ലസ് J ഇൻറ്റു I ക്രോസ് K. I ക്രോസ് Kയുടെ വാല്യൂ K ക്രോസ് Iയുടെ വാല്യൂ J ആണ്. സോ I ക്രോസ് Kയുടെ വാല്യൂ -J ആയിരിക്കും. പ്ലസ് J ഡോട്ട് -J എന്ന് വരും. പ്ലസ് K ഇൻറ്റു I ഡോട്ട് ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് K ആണ്. സോ K ഡോട്ട് K എന്ന് എഴുതാം. ഇനി I ഡോട്ട് Iയുടെ വാല്യൂ 1 ആണ്. അതുപോലെ J ഡോട്ട് Jയുടെ വാല്യൂ 1 ആണ്. K ഡോട്ട് Kയുടെ വാല്യൂ 1 ആണ്. ഈക്വൽ ടു 1 - 1 + 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ B, യൂസിങ് വെക്ടേഴ്സ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ്. 3 വേർട്ടിസസ് തന്നിട്ടുണ്ട്, ABC. ഈ ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാനാണ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാൻ ആദ്യം എന്ത് കാണാം? ഏരിയ ഓഫ് ദ പാരലലോഗ്രാം കണ്ടിട്ട് അതിന് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സോ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം കാണണമെങ്കിൽ ആദ്യം AB കാണാം, അതുപോലെ BC കാണാം. AB എന്ന് പറയുമ്പോൾ OB - OA ചെയ്യുക. OB - OA എന്ന് പറയുമ്പോൾ ഈ വെക്ടർ 1 - 1 എന്ന് പറയുമ്പോൾ 0 I എന്ന് എഴുതാം. 2 - 1 എന്ന് പറയുമ്പോൾ 1J എന്ന് എഴുതാം. 3 - 1 എന്ന് പറയുമ്പോൾ 2K എന്ന് എഴുതാം. അതുപോലെ BC കാണാം. OC - OB ചെയ്തിട്ട് BC എന്ന് പറയുമ്പോൾ I + J - 2K വരും. ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണാം. AB ക്രോസ് BC കാണാം. IJK ഇൻറ്റു ABയുടെ കോഎഫിഷ്യൻ്റ് എഴുതാം 0, 1, 2. അതുപോലെ BCയുടെ കോഎഫിഷ്യൻ്റ് 1, 1, -2. AB ക്രോസ് BC ചെയ്താൽ -4I + 2J - K എന്ന് വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ √21 വരും. ഇതാണ് ഏരിയ ഓഫ് ദ പാരലലോഗ്രാം. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് √21/2 ചെയ്യുക. ഇതാണ് 14th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 15th ക്വസ്റ്റ്യൻ, ഗിവൺ 3 ഐഡൻറ്റിക്കൽ ബോക്സസ്. 3 ബോക്സസ് 1, 2, 3 ഈച്ച് കണ്ടെയ്നിങ് 2 coins. 2 coins ഉണ്ട്. ഇൻ ബോക്സ് 1 both coins are gold. In box 2 both are silver. And in box 3 there is 1 gold and 1 silver coin. A person chooses a box at random and takes out a coin. If the coin is gold, what is the probability that the other coin in the box is also gold? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 ബോക്സ് ഉണ്ട്. ഫസ്റ്റ് ബോക്സിൽ 2 ഗോൾഡ് കോയിനാണ്, രണ്ടാമത്തേൽ 2 സിൽവർ കോയിനാണ്, മൂന്നാമത്തേൽ 1 ഗോൾഡും 1 സിൽവർ കോയിനും ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഓരോ ഇവൻറ്റും നമ്മൾ മാർക്ക് ചെയ്യുക. ബേസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള ഇവൻറ്റ്, രണ്ടാമത്തത് E2 എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ബോക്സ് 2 സെലക്ട് ചെയ്യുന്നത്, മൂന്നാമത്തെ ഇവൻറ്റ് E3 എന്ന് എടുക്കുക. ബോക്സ് 3 സെലക്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കോയിനും ഗോൾഡ് കോയിൻ എടുക്കാനുള്ള ഇവൻറ്റ് നമ്മൾ G എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഇനി നമുക്കിവിടെ 3 ബോക്സസ് ആണ്. സോ ഓരോ ബോക്സും സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ഫസ്റ്റ് ബോക്സ് 3 ബോക്സിൽ നിന്ന് ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1/3 എന്ന് എഴുതാം. അതുപോലെ 3 ബോക്സിൽ നിന്നും സെക്കൻഡ് ബോക്സാണ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് 1/3 എന്ന് എഴുതാം. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് E3 എന്ന് പറയുന്നതും 1/3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതുപോലെ തന്നെ ഗോൾഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി കാണാം. ഫസ്റ്റ് ബോക്സിൽ നിന്നാണ് ഗോൾഡ് എടുക്കുന്നതെങ്കിൽ ആ ബോക്സിൽ 2 ഗോൾഡ് കോയിനാണ്. സോ ഗോൾഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് എഴുതാം. സെക്കൻഡ് ബോക്സിൽ നിന്നാണ് ഗോൾഡ് എടുക്കുന്നത് വെച്ചെങ്കിൽ സെക്കൻഡ് ബോക്സിൽ 2 സിൽവറാണ്, ഒറ്റ ഗോൾഡ് കോയിനും ഇല്ല. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി മൂന്നാമത്തെ ബോക്സിലാണെങ്കിൽ 1 ഗോൾഡും 1 സിൽവറും ആണുള്ളത്. സോ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഗോൾഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി, രണ്ടാമത്തെ കോയിനും ഗോൾഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മളൊരു കോയിൻ എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോയിനും ഗോൾഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. അങ്ങനെ രണ്ടാമത്തെ കോയിനും ഗോൾഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ബോക്സിൽ നിന്നേ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫസ്റ്റ് ബോക്സിൽ മാത്രമാണ് 2 കോയിൻസും ഗോൾഡായിട്ട് വരുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ ഗോൾഡ് G എന്ന് പറഞ്ഞിട്ട് വേണം കാണാൻ. സോ ഇത് കാണാൻ ബേസ് തിയറം അപ്ലൈ ചെയ്യുക. P of E1 ഇൻറ്റു P of G ഗിവൺ E1 ഡിവൈഡഡ് ബൈ P of E1 ഇൻറ്റു P of G ഗിവൺ E1 പ്ലസ് P of E2 ഇൻറ്റു P of G ഗിവൺ E2 പ്ലസ് P of E3
ഇൻറ്റു പി ഓഫ് ജി ഗിവൺ E3. ഓരോ വാല്യൂസും കൊടുക്കുക. പ്രോബിലിറ്റി ഓഫ് E1 എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ജി ഗിവൺ E1ൻ്റെ പ്രോബിലിറ്റി 1 എന്ന് കൊടുക്കുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ടേംസ് ഓരോന്നും വാല്യൂസ് കൊടുക്കുക. പി ഓഫ് E1 എന്ന് പറയുന്നത് 1/3 ഇൻറ്റു പി ഓഫ് ജി ഗിവൺ E1 എന്ന് പറയുന്നത് 1 എന്ന് എഴുതാം, പ്ലസ് പി ഓഫ് E2 എന്ന് പറയുന്നത് 1/3 ഇൻറ്റു പി ഓഫ് ജി ഗിവൺ E2 0 പ്ലസ് പി ഓഫ് E3 എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 1/2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ ഫൈനൽ ആൻസർ 2/3 എന്ന് കിട്ടും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 16th question, prove that y is equal to cos x plus a, where a is an arbitrary constant, is a solution of the differential equation dy by dx plus sin x equal to 0. y equal to cos x plus a എന്നാണ് തന്നിട്ടുള്ളത്. സോ ഡെറിവേറ്റീവ് കാണുമ്പോൾ dy by dx equal to minus sin x കിട്ടും. സോ dy by dx plus sin x equal to 0 എന്ന് എഴുതാം. സോ അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം. അതല്ലെങ്കിൽ dy by dx പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു 0 എന്നാണ്. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് y ഈക്വൽ ടു എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. തിരിച്ച് കണ്ടുപിടിച്ചാലും മതി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഇൻറ്റു dy by dx പ്ലസ് 2y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിൽ നിന്ന് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറും ജനറൽ സൊല്യൂഷനും കാണണം. സോ ആ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് dy by dx പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാം. ഇക്വേഷൻ മൊത്തം നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ dy by dx പ്ലസ് 2y by x ഈക്വൽ ടു എക്സ് എന്ന് വരും. അതിൽ നിന്ന് പി ഈക്വൽ ടു 2/x എന്ന് എഴുതാം ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ഇനി ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് കണ്ടാൽ മതി. ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ഇൻറ്റഗ്രൽ ഓഫ് പിയുടെ വാല്യൂ 2/x ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. സോ ഇ റേസ് ടു ഇൻറ്റഗ്രൽ 2/x എന്ന് പറയുമ്പോൾ 2 ഔട്ട് സൈഡ് എടുക്കാം, ബാക്കി 1/x എന്ന് പറയുമ്പോൾ log x എന്ന് എഴുതാം. ഈക്വൽ ടു ഇ റേസ് ടു log x സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടും. ജനറൽ സൊല്യൂഷൻ കാണാൻ y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് കാണാം. സോ y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് സ്ക്വയർ ആണ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ക്യൂവിൻ്റെ വാല്യൂ എക്സ് ആണ്, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. സോ ഇൻറ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും. ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 4/4 എന്ന് എഴുതാം. സോ y എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് റേസ് ടു 4/4 പ്ലസ് സി എന്ന് ആൻസർ കിട്ടും. ഇനി തേർഡ് സെക്ഷൻ നോക്കാം. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അതിൽ 17th ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈക്വൽ ടു സി ടി വൈ ഈക്വൽ ടു സി ബൈ ടി ദെൻ ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതും ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സും വൈയും തന്നിട്ടുണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണണം. സോ എക്സ് തന്നിട്ടുള്ളത് സി ടി എന്നാണ്. ഫസ്റ്റ് ഡി എക്സ് ബൈ ഡി ടി കാണാം, അതുപോലെ ഡി വൈ ബൈ ഡി ടി കാണാം. ഡി എക്സ് ബൈ ഡി ടി കാണുമ്പോൾ നമുക്ക് സി എന്ന് കിട്ടും, ഡി വൈ ബൈ ഡി ടി കാണുമ്പോൾ സി ഇൻറ്റു 1/t എന്നാണ്. സോ 1/tയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം -1/t സ്ക്വയർ. സോ ഡി വൈ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ -c/t സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണണമെങ്കിൽ ആദ്യം dy by dx കാണാം. dy by dx കാണാൻ dy by dt ഡിവൈഡഡ് ബൈ dx by dt ചെയ്യുക. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ -1/t സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാൻ ഇവിടെ dy by dxൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടി കാണാം. സോ dy by dx ഇൻ ടേംസ് ഓഫ് ടി ആയതുകൊണ്ട് ആദ്യം ടി വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണാം. സോ ഡി ബൈ ഡി ടി ഓഫ് -1/t സ്ക്വയർ ഇൻറ്റു അതിനെ ഡി ടി ബൈ ഡി എക്സ് കൊണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ടേം എന്തായാലും ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റും. സോ ഡി ബൈ ഡി ടി ഓഫ് -1/t സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് -2t റേസ് ടു -3 എന്ന് കിട്ടും. ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഡി എക്സ് ബൈ ഡി ടിയുടെ റെസിപ്രോക്കൽ. സോ ഇൻറ്റു 1/c എന്ന് എഴുതാം, ഈക്വൽ ടു 2/ct³ എന്ന് ആൻസർ കിട്ടും. ഇനി ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് dy by dx ആണ്. 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു 1/3 പ്ലസ് വൈ റേസ് ടു 1/3 ഈക്വൽ ടു എ റേസ് ടു 1/3. ഇക്വേഷൻ മൊത്തമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ എക്സ് റേസ് ടു 1/3 ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു എക്സ് റേസ് ടു -2/3 പ്ലസ് വൈ റേസ് ടു 1/3 ഡെറിവേറ്റീവ് 1/3 ഇൻറ്റു വൈ റേസ് ടു -2/3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവും കൂടി കാണാം. സോ ഇൻറ്റു dy by dx ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി വൈയുടെ ടേം ഇവിടെ നിർത്തിയിട്ട് എക്സിൻ്റെ ടേമിന് RHSലേക്ക് എടുക്കുക. സോ 1/3 ഇൻറ്റു വൈ റേസ് ടു -2/3 ഇൻറ്റു dy by dx ഈക്വൽ ടു -1/3 ഇൻറ്റു എക്സ് റേസ് ടു -2/3 എന്ന് വരും. 1/3 ക്യാൻസൽ ചെയ്യാം. Therefore dy by dx ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് റേസ് ടു -2/3 ഡിവൈഡഡ് ബൈ വൈ റേസ് ടു -2/3. ഓർ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, മൈനസ് ഓഫ് വൈ റേസ് ടു 2/3 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 2/3. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നിർത്തിയാലും മതി. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി അതിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് y ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. അതിൻ്റെയും dy by dx കാണണം. സോ y ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് എന്നാണ്. സോ ആദ്യം ലോഗറിതമിക് ഡിഫറൻസിയേഷൻ വെച്ചിട്ടാണ് നമ്മളിത് കാണുന്നത്. ലോഗ് എടുക്കുക, ലോഗ് y ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം. ദെൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx ഈക്വൽ ടു
ഇവിടെ RHSൽ പ്രൊഡക്റ്റ് റൂൾ കൊടുത്തുകൊണ്ട് ഡെറിവേറ്റീവ് കാണാം. സോ കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/sin x ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് എഴുതാം. പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം. ഇനി അതിൽ dy/dx ആണ് കാണേണ്ടത്. സോ വൈനെ നമ്മൾ RHSൽ എഴുതാം. സോ y ഇൻറ്റു ഈ ടേംസ് മൊത്തം വരും. ദെൻ വൈയുടെ വാല്യൂ ഫൈനലായിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇൻറ്റു ഈ ടേംസ് മൊത്തം വരും. ഇവിടെ വേണമെങ്കിൽ സിംപ്ലിഫിക്കേഷൻ നടത്തിയിട്ട് കോട്ട് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നോ അല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ എക്സ് എന്നോ അങ്ങനെയൊക്കെ എഴുതാം, കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ആൻസർ ഉണ്ടായാൽ മതി. ഇനി 18th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. റൈറ്റ് ഇറ്റ്സ് മെട്രിക്സ് ഫോം, പ്രൂവ് ദാറ്റ് ദ സിസ്റ്റം ഇസ് കൺസിസ്റ്റൻറ്റ്, സോൾവ് ദ സിസ്റ്റം യൂസിങ് മെട്രിക്സ് മെത്തേഡ്. ശരിയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവർക്കും ചെയ്ത് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ 6 മാർക്ക് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മെട്രിക്സ് ഫോമിൽ എഴുതാനാണ്. മെട്രിക്സ് ഫോമിൽ എഴുതാൻ തന്ന ഇക്വേഷന് AX = B എന്നുള്ള ഫോമിൽ എഴുതാം. വേർ A = ഈ മെട്രിക്സ് കോഎഫിഷ്യൻ്റൊക്കെ അടങ്ങിയിട്ടുള്ള മെട്രിക്സ് A എഴുതാം, അതുപോലെ X എഴുതാം, അതുപോലെ B എഴുതാം. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് ആണോ അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഡിറ്റർമിനൻ്റ് A കാണാം. ഡിറ്റർമിനൻ്റ് A കണ്ടിട്ട് അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. സോ ഇവിടെ ഡിറ്റർമിനൻ്റ് A കാണുമ്പോൾ നമുക്ക് 40 എന്നാ വരാം. സോ A എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദ സിസ്റ്റം യൂസിങ് മെട്രിക്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാനാണ്. സോൾവ് ചെയ്യാൻ x = A ഇൻവേഴ്സ് B എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/det of A into adjoint A ആണ്. therefore x = 1/det of A into adjoint A into B എന്ന് കാണാം. അതിൽ adjoint A കാണുമ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു മെട്രിക്സ് കിട്ടും. ദെൻ x കാണുന്നുണ്ടെങ്കിൽ ഈ വാല്യൂസൊക്കെ ഇവിടെ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ഫൈനലി എക്സിൻ്റെ വാല്യൂ 1, 2, -1 എന്ന് കിട്ടും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. therefore x = 1, y = 2 and z = -1 എന്ന സൊല്യൂഷൻ കിട്ടും. ഇൻ 19th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഫോളോയിങ്. 3 ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. 3ൻ്റെയും വാല്യൂസ് കാണാനാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓഫ് x ഡിവൈഡഡ് ബൈ x + 1 ഇൻറ്റു x + 2. സോ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ x/x + 1 ഇൻറ്റു x + 2നെ a/x + 1 + b/x + 2 എന്ന് എഴുതാം. therefore this can be written as x = a into x + 2 plus b into x + 1 എന്ന് എഴുതാം. അതിൽ x = -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എയുടെ ടേം കംപ്ലീറ്റ് പോകും. therefore b എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് കിട്ടും. അതുപോലെ x = -1 കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ ടേം കംപ്ലീറ്റ് പോകും. therefore a = -1 എന്ന് വരും. ഈ എയുടെ ബിയുടെയും വാല്യൂ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. therefore integral of x divided by x + 1 into x + 2 എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്. സോ -1/x + 1 plus b എന്ന് പറയുന്നത് 2 ആണ്. സോ integral of 2 divided by x + 2 into dx എന്ന് വരും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -log x + 1 + 2 ഇൻറ്റു ഇവിടെ 1/x + 2 എന്നാണ്. 1/x + 2 എന്ന് പറയുമ്പോൾ log x + 2 എന്ന് എഴുതാം, പ്ലസ് c എന്ന് എഴുതാം. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓഫ് 1/x² - 6x + 13 ഇൻറ്റു dx. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് മാറ്റാം. x² - 6x + 13 നമുക്ക് x² - 6x + 13 എന്നുള്ളതിനെ 9 + 4 എന്ന് എഴുതാം. സോ ഈ 3 ടേം x² - 6x + 9 എന്ന് പറയുന്നത് x - 3 ഹോൾ സ്ക്വയർ ആണ്, +4 എന്ന് എഴുതാം. സോ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് 1/x - 3 ഹോൾ സ്ക്വയർ +4 എന്ന് എഴുതാം. സോ ഇൻ്റഗ്രൽ ഓഫ് 1/a² + x² നമ്മൾ പഠിക്കുന്നുണ്ട്. 1/a into tan inverse of x/a. സോ ആ ഇക്വേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1/2 into tan inverse of x - 3/2 + c എന്ന് എഴുതാം. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇൻ്റഗ്രൽ ഓഫ് 0 to 4 മോഡുലസ് ഓഫ് x - 1 dx. ഇൻ്റഗ്രൽ 0 to 4 mod x - 1 എന്നാണ്. ഓക്കെ, സോ ഇവിടെ തന്ന ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷനാണ്. സോ അതൊന്ന് 2 ഫംഗ്ഷൻ ആക്കിയിട്ട് ഇതേ രീതിയിൽ എഴുതാം. മോഡ് x - 1 എന്ന് പറയുമ്പോൾ x - 1 <0 ആണെന്നുണ്ടെങ്കിൽ, <0 ആണെങ്കിൽ അതിനെ നമുക്ക് -x - 1 എന്ന് എഴുതാം. <0 ആണെങ്കിൽ മോഡുലസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. സോ -x - 1 എന്ന് എഴുതാം. ഇനി അത് >0 ആണെങ്കിൽ മോഡുലസ് ഓഫ് x - 1 എന്ന് പറയുന്നത് x - 1 തന്നെ ആയിരിക്കും. സോ x - 1 when x - 1 >0, ഇതേ രീതിയിൽ 2 ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതാം. ഈക്വൽ ടു 1 - x when x <= 1 എന്ന് എഴുതാം. അതുപോലെ x - 1 when x <= 1. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഒരു ഇൻ്റർവെൽ ഒന്ന് മാർക്ക് ചെയ്യുക. സോ x <1 ആണെന്നുണ്ടെങ്കിൽ 1 - x 1-നേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ 1 - x ആയിരിക്കും. 1-നേക്കാളും മുകളിലാണെന്നുണ്ടെങ്കിൽ x - 1 എന്നായിരിക്കും. ആ രീതിയിൽ നമ്മൾ ഇൻ്റർവെൽ എടുക്കുക. 0 to 1 വരെ ഒരു ഇൻ്റർവെൽ, 1 to 4 വരെ വേറൊരു ഇൻ്റർവെൽ. സോ ഈ ഇൻ്റഗ്രൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ 0 to 1 1 ഫംഗ്ഷൻ്റെ വാല്യൂ 1 - x എന്നാണ്. സോ 1 - x ഇൻറ്റു dx എന്ന് എഴുതാം. പ്ലസ് ഇൻ്റഗ്രൽ 1 to 4 ഫംഗ്ഷൻ്റെ വാല്യൂ x - 1 എന്നാണ്. സോ ഇവിടെ x - 1 എന്ന് ഫംഗ്ഷൻ എഴുതാം.
ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്നുമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഇൻറ്റഗ്രൽ എക്സ് എന്ന് എഴുതാം, എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 2. സോ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ദ ഇൻ്റർവൽ 0 to 1 എന്ന് എഴുതാം. പ്ലസ് അതുപോലെ ഇവിടെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം, മൈനസ് 1ൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് എന്ന് എഴുതാം, ബിറ്റ്വീൻ ദ ഇൻ്റർവൽ 1 to 4. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റൊക്കെ കൊടുത്തിട്ട് വാല്യൂ കാണുമ്പോൾ നമുക്ക് 5 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാഫ് LPPയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇതിൻ്റെ 6 മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. മാക്സിമൈസ് Z = 3x + 4y സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. സോ 2 ഇക്വേഷനും എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ x + 2y = 10. അതിൽ നിന്ന് x y വാല്യൂസ് കാണാം. x 0 ആകുമ്പോൾ y 5 കിട്ടും, y 0 ആണെങ്കിൽ x = 10 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് x yയുടെ വാല്യൂസ് കാണുമ്പോൾ 0 15 അതുപോലെ 5 0 2 പോയിന്റ് കിട്ടും. ഗ്രാഫൊക്കെ ഇതേപോലെ നീറ്റായിട്ട് വരയ്ക്കുക. സോ ഫസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ് ലൈൻ്റെ ഗ്രാഫ്. x + y <= 10 എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ ഈ ലൈനിന് താഴെയുള്ള എല്ലാ പോയിൻറ്റ്സും വരും. ഇനി രണ്ടാമത്തെ 3x + y <= 15. സോ ഈ ഒരു ലൈനിൽ താഴെയുള്ള എല്ലാ പോയിൻറ്റ്സും. സോ ഫീസിബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയൻ വരും. ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 4 കോർണർ പോയിൻറ്റ്സ് എടുത്തുകൊണ്ട് സെഡിൻ്റെ വാല്യൂസൊക്കെ കാണാം. സോ 4 കോർണർ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് O 0 0 എന്ന് എഴുതാം. ഇത് A എന്ന് പറയുന്ന പോയിൻറ്റ് 5 0, B എന്ന് പറയുന്ന പോയിൻറ്റ് 4 3, C എന്ന് പറയുന്ന പോയിൻറ്റ് 0 5. ഈ 4 പോയിൻറ്റ്സ് എടുത്തിട്ട് സെഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ O എന്ന് പറയുമ്പോൾ 0 തന്നെ വരും. A എന്ന് പറഞ്ഞ പോയിൻറ്റിൽ സെഡിൻ്റെ വാല്യൂ 15 എന്ന് കിട്ടും. B എന്ന് പറഞ്ഞ പോയിൻറ്റിൽ സെഡിൻ്റെ വാല്യൂ 24 എന്ന് വരും. C എന്ന് പറഞ്ഞ പോയിൻറ്റിൽ 20 എന്ന് വരും. ഇതിൽ Z മാക്സിമം വരുന്നത് 24 ആണ്. സോ മാക്സിമം വാല്യൂ ഓഫ് Z is 24 അറ്റ് ഏത് പോയിന്റിൽ 4 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ 6 മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും മാത്സ് എക്സാമിന് എല്ലാ കുട്ടികൾക്കും നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്